الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه أجمعين، والسلام علينا وعلى عباد الله الصالحين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും ബഹുമാനവും ആദരവും സ്നേഹം നിറഞ്ഞ സാദാത്തുക്കള്, ഉലമാക്കള്, നാട്ടുനേതാക്കന്മാർ, നല്ലവരായ മുഅ്മിനീങ്ങള്, മുഅ്മിനാത്തുകള്, അല്ലാഹു സുബ്ഹാനഹു തആല ഈ പരിശുദ്ധമായ ഈ നല്ലൊരു മാസത്തിൽ, നല്ല ഒരു രാത്രിയിൽ നമ്മെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയ ഈ ബന്ധം നമ്മുടെ ആഖിബത്ത് നന്നായി മരിക്കാനുള്ള ഒരു കാരണങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല ഇനി വരുന്ന ദിവസങ്ങൾ, മണിക്കൂറുകൾ, മാസങ്ങൾ, നിമിഷങ്ങളടക്കം പരിഗണിച്ചുകൊണ്ട് അള്ളാഹു പൊരുത്തപ്പെട്ട നിലക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, നല്ല രസകരമായ കൽബിലേക്ക് തറക്കുന്ന രൂപത്തിലുള്ള ഉപദേശങ്ങളും വഅളുകളൊക്കെ നിങ്ങൾ കേട്ട് ഇനിയൊരു നീണ്ട വിഷയത്തിലേക്കൊന്നും കടക്കാതെ ഇവിടെ പ്രധാനപ്പെട്ട ഭാഗം തന്നെ സലാത്ത് വാർഷികം. സലാത്ത് ചെറിയ നിലക്ക് ആ ചടങ്ങ് നിർവഹിച്ച് ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ഭാഗമാണ് ദുആ. ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് അത് നിർവഹിച്ച് നമുക്ക് പിരിയാം. അല്ലാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സലാത്ത് അവസാനം വഅള് കഴിയുമ്പോൾ സലാത്ത് ചിലപ്പോൾ മറന്നു പോകണ്ട എന്ന നിലക്കാണ് തുടക്കത്തിൽ പറഞ്ഞത്. ചില നാട്ടിലുണ്ടാവും വഅള് പരിപാടിയൊക്കെ ഉഷാറാണ്, സലാത്ത് വാർഷികമല്ലാത്ത ഉഷാർ. വീട്ടിൽ വന്ന് ചോദിച്ചാൽ സലാത്ത് പറഞ്ഞിട്ടുണ്ടാ ചോദിച്ചാൽ ചിലപ്പോൾ സലാത്ത് ഉണ്ടാവില്ല. ഏതുപോലെ എന്ന് വെച്ചെങ്കിൽ നെയ്യപ്പം ചൊല്ലിട്ട് കൊടുക്കുന്ന എന്തറിയോ? എണ്ണൻ്റെ അപ്പം. ഇതാ ചെല്ലോക്ക് നെയ്യപ്പാണ് കൊടുക്കുന്ന, നെയ്യിലാക്കി അപ്പല്ലത് എണ്ണയിലാക്കി എന്നതുപോലെ ഞങ്ങളെ മജ്‌ലിസാവുക തീർ. സലാത്ത് വാർഷിക്കാൻ ചെന്നിട്ട് സലാത്ത് ഇല്ലാണ്ട് പോയിട്ട് നാലെങ്ങനെ തെച്ചിട്ട് ആലോചനാക്കും. ആ ഉസ്താദ് വാൾ ചെന്നറ്, ഈ ഉസ്താദ് വാൾ ചെന്നറ്, അയാൾ വന്നറ്, ഇയാൾ വന്നറ്. അവിടെ സലാത്തില്ലാന്തല്ലേ. അല്ലാഹു തആല പെരുത്ത് സലാത്ത് ചൊല്ലുന്ന അനുയായികളെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളൊക്കെ പെടുത്തി തരുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഒരു 10 മിനിറ്റ് വഅള് പറയാം. ആ വഅള് പറയുന്നതിന് മുമ്പ് കുറച്ച് തേൻ ഇവിടെ ഉണ്ട്. അപ്പം അത് എന്തിനറിയോ? വഅള് പറയണ വേണ്ടേ എന്നുള്ള ഒരു ആവേശം നിങ്ങളും കൊണ്ടൊന്ന് അറിയണം. അതൊന്നാണ്. രണ്ടാമത്തത്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വലാത്തിന്റെ ആ മജ്‌ലിസിൽ വെച്ച തേനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ടതിന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു ഏത് നിലയ്ക്കൊക്കെ പ്രത്യേകതകൾ നൽകിയിട്ടുണ്ട്, അതുപോലെയുള്ള ബഹുമാനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ടതിന് ബഹുമാനമുണ്ട്. അതുകൊണ്ടാണ് പണ്ട് കാലത്തൊക്കെ മജ്‌ലിസിന്റെ മൗലൂദിന്റെ സദസ്സിലൊക്കെ ഈത്തപ്പഴം വെക്കല്, കൽക്കാണ്ടി വെക്കല്, ഇതൊക്കെ പണ്ട് കാലം മുതൽ തന്നെ അതിൻ്റെ ബഹുമാനങ്ങൾ അങ്ങനെയാണ്. ഞാൻ ഓർക്കുകയാണ്, ബഹുമാനപ്പെട്ട താജു ശരിയ ഒരു സലാത്ത് വാർഷികത്തിന് വേണ്ടി പൊയ്യത്തവയിൽ ഞാൻ പോയപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് സലാത്ത് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ താജു ശരി അവിടെ നിന്ന് ചോദിച്ച് സീരണി എവിടെയാണ്? ഞാൻ പറഞ്ഞത് സീരണി എവിടെയാണ്? അപ്പോൾ നേരത്തെ ഉസ്താദിന്റെ ആരോഗ്യമൊക്കെ ചോദിക്കുമ്പോൾ ഉസ്താദിനോട് പറഞ്ഞു 400 വരെ ഷുഗർ ഉണ്ട്. അപ്പം ഞാൻ പുഞ്ചിരിച്ച് ചോദിച്ചു, ഷെഹുനക്ക് ഷുഗർ അല്ലേ, ചിലപ്പോൾ അത് നെയ്യെല്ലാം ഉള്ളതല്ലേ, ബുദ്ധിമുട്ടാവൂലേ ചോദിച്ചു. അപ്പോഴാണ് ഷെഹുന പുഞ്ചിരിച്ച് പറഞ്ഞത്, അത് രോഗശമനത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെയാണ് നമ്മൾ ചില നാട്ടിലൊക്കെ വലിയ വലിയ മൊയിലോതൊക്കെ വീട്ടിൽ നടത്തും. ഈത്തപ്പയ കൊമ്പണ്ടത് എന്തിനു കൊണ്ടുണ്ട മനുഷ്യനാണ് ആ കസന്റ് പിടിച്ചത് ബലക്കൊറോട്ട് ഓണിതിനെ കൊണ്ടിട്ട് കാട്ടുമ്പോൾ ആരും എടുക്കില്ല. കാരണം അത് കാണുമ്പോൾ നമുക്ക് ബേജാറാണ്. ഇപ്പം അങ്ങനെയല്ല, ചില ഔത്തലെല്ലാം നല്ല നല്ല ക്വാളിറ്റി ഈത്തപ്പയ വെക്കണം, ചില അതേ പണ്ടത്തതിലേ ഉണ്ട്, അത് ബുട്ടിട്ടേ ഇല്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ടതിന് പ്രത്യേകതകളുണ്ട് എന്ന നിലക്ക് മനസ്സിലാക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മജ്‌ലിസിൽ വെച്ചതാണ് എന്ന നിലക്ക് ഇൻഷാ അല്ലാഹ് വലിയ സംഖ്യ ഒന്നുമില്ല, ഒരു സംഖ്യ ഇന്ന് നിങ്ങളെ കയ്യിലില്ലെങ്കിലും നാളെ ഏൽപ്പിച്ചാൽ മതി. ആ നബി തങ്ങളെ കരുതിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് വാങ്ങുക. അള്ളാഹു അത് ആര് വാങ്ങുന്നുണ്ട്, എന്ത് രോഗമുണ്ടെങ്കിലും അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. എല്ലാ നിലക്ക് അള്ളാഹു ഖൈറിന്റെ വഴികൾ അള്ളാഹ് തുറന്നു കൊടുക്കുമാറാകട്ടെ. എല്ലാ ആഫത്തും മുസീബത്ത് ബലാല് അപകടങ്ങളിൽ നിന്ന് അവരെയും അവരെ കുഞ്ഞു കുട്ടികളെ അള്ളാഹു സലാമത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു 100 രൂപ മതി, ചെമ്മ വേണ്ട. ഇൻഷാ അല്ലാഹ് വേഗം വന്നിട്ട് എടുത്തു. ആവേശം കണ്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. കുറേ വയലും കറാമത്ത് ചൊല്ലിട്ട് എണിക്കൽ ആവേശമല്ല. മാഷാ അല്ലാഹ്. നമ്മളെ സഖാഫി രണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ബർക്കത്താക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കഴിഞ്ഞല്ലേ? മാഷാ അല്ലാഹ്. ഫാത്തമ ഇനി കിട്ടാത്തവർക്കുണ്ടെങ്കിൽ ഉർമാൻ പോയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ ഇഷ്ടപ്പെട്ടത് അല്ലാഹു ബർക്കത്താകട്ടെ. സ്വർഗത്തിലുള്ള ഊറിലെ സ്ത്രീകളുടെ പല്ല്, അതിൻ്റെ വസ്തു പറഞ്ഞത് എന്തറിയോ? ഉറുമാൻ പഴത്തിന്റെ വിത്ത് പോലെയാണ്. അപ്പൊ ഇതിനൊരു പ്രത്യേകതയുണ്ട്. അല്ലാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹ്. ഇനി ഇൻഷാ അല്ലാഹ് ബാക്കി ഉണ്ടെങ്കിൽ ഉമ്മ പെങ്ങന്മാരുടെ അടുത്തേക്ക് അയക്കും. ഇൻഷാ അല്ലാഹ് ഉമ്മ പെങ്ങന്മാർ വാങ്ങുക. അല്ലാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. പിന്നെ എത്ര ഇല്ല പെണ്ണിങ്ങളെ മുട്ടക്കടത്തിൽ എന്താ ചെയ്യില്ല വീട്ടിൽ തീർക്കാം. ബിസ്മില്ലാഹ്. നമ്മുടെ ഉസ്താദ്
ഇനി ഒരു 3 എണ്ണം ഉണ്ട്. പെണ്ണിങ്ങളെ വെറുതെ ഉപതരാക്കട്ടെ. ഈ 3 കടത്തിട്ട് ബിസ്മില്ലാ. ഇതാ ആയിത്താ. ഇനി ഒന്നുമില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കഴിഞ്ഞല്ലേ? ഒരു മദനി ഉസ്താദിൻ്റെ വാപ്പ സുല്യ ഹോസ്പിറ്റലിലുണ്ട്. ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ട് അള്ളാഹു ഈ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് ആജിലായ ഷിഫ അള്ളാഹു നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഷിഫയാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ് നേരത്തെ 3:30 മണി മുതൽ ഇവിടെ തുടങ്ങിയ ഈ പരിപാടി എല്ലാവരും ചിലപ്പോൾ ക്ഷീണിച്ചിട്ടുണ്ടാവും. കൂടുതൽ നമുക്കിനി വർക്ക് നഷ്ടപ്പെടുത്താതെ എത്രയും പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയാം. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. മാഷാ അല്ലാഹ് അലക്ക ജമാഅത്തിൽ കാണുന്ന പുരോഗതികൾ, ഉയർച്ചകളൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷമുണ്ടായി. അള്ളാഹു ഇനിയും ഖിയാമത്ത് നാൾ വരെ നല്ല നല്ല ഉയർച്ച അള്ളാഹു നൽകുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, അതിൽപ്പെട്ടതാണ് നമ്മുടെ പള്ളിയിലേക്കുള്ള ഏറ്റവും വലിയ ഒരു വരുമാനമായി നമ്മുടെ അബീദ് അദ്ദേഹത്തിൻ്റെ വാപ്പ അടക്കം അവരുടെ ജീവിതകാലത്ത് തന്നെ ആഖിറത്തിൽ കിട്ടാൻ വേണ്ടി ഒരുക്കി വെച്ച വലിയ ഒരു സമ്പത്താണ് ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്ത കോംപ്ലക്സ്. ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് സാധാരണ ചില നാട്ടിൽ ജമാഅത്തുകാരെല്ലാവരും കൂടി കെട്ടിയിട്ട് ചിലപ്പോൾ അങ്ങനെ ഒരു കോംപ്ലക്സ് ഉണ്ടാക്കലുണ്ട്, ഉദ്ഘാടനം ചെയ്യലുണ്ട്. ഇല്ല എങ്കിൽ ഏതെങ്കിലും ഒരു ഗൾഫിൻ്റെ അറബീനെ കൊണ്ടായിരിക്കണം. അങ്ങനെയാണ് സാധാരണ ഞാൻ കണ്ടത്. അപ്പൊ അറബിൻ്റെ ഈടും അങ്ങനത്തെ അറബികളൊക്കെ ഉണ്ട് എന്ന് നമുക്ക് ധാരാളം തെളിവുകളുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ അമീദും അദ്ദേഹത്തിന്റെ വാപ്പയും ഉമ്മയുടെ പേരിലൊക്കെ ചെയ്ത ആ സദഖ അള്ളാഹു സ്വീകരിക്കുകയും ഖിയാമത്ത് നാൾ വരെ അവരുടെ നാളെ പാരത്രിക ലോകത്തും അത് ഉപകരിക്കുന്ന ഒരു സാലിഹായ അമലുകളുടെ കൂട്ടത്തിൽ അള്ളാഹു പെടുത്തി തരുമാറാകട്ടെ. ഇങ്ങനെയൊക്കെ ദാനം ചെയ്യുന്ന വ്യക്തികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ ബഹുമാനം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾ റുഖിയ എന്ന് പറയുന്ന ഒരു മോളെ വിവാഹം ചെയ്തു. ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് ആ മകള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ ഭാര്യ രോഗത്തിൽ മരണപ്പെടുകയും രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നബി തങ്ങളുടെ രണ്ടാമത്തെ മകളായ ഉമ്മു കുൽസു റളിയല്ലാഹു അൻഹനെ വിവാഹം ചെയ്തു കൊടുത്തു. ആർക്ക്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്ക്. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. കാരണം ഇങ്ങനെയുള്ള ഒരു മനസ്സ് മുഅ്മിനീങ്ങളായ നമുക്ക് എല്ലാവർക്കും വേണം. നമ്മൾ കുറെ സമ്പത്തുണ്ടാക്കി, കുറെ സ്വത്തുണ്ടാക്കി, നമ്മളെ മക്കള് നാലത് കൊടുക്കുമെന്നുള്ള ഒരു ചിന്ത ഇന്നത്തെ കാലത്ത് ആരും പ്രതീക്ഷിക്കണ്ട. നമ്മളുണ്ടാക്കി നമ്മളെ ആഖിറത്തിന് വേണ്ടി കൊടുത്തു വെക്കല് അത് ഏറ്റവും നല്ലതാണ്. കാരണം ചിലപ്പോ മരിച്ചതിന് ശേഷം അത് കൊടുക്കുമ്പോ മക്കള് പലതും ചിന്തിച്ചു പോകും. മക്കള് പല നിലക്കുള്ള തെറ്റിദ്ധാരണകളൊക്കെ വന്നു പോകും. അത് വേണ്ടതുപോലെ നിനക്ക് കിട്ടണമെന്നില്ല. പക്ഷെ നീ ആ സമ്പത്തുണ്ടാക്കിയത്, രാത്രിയും പകലും കഷ്ടപ്പെട്ടുണ്ടാക്കിയത്, നിന്റെ ഖബറിൽ നിനക്കൊരു നേരം പോക്കാക്കാനുള്ള ഒരു പ്രവർത്തനങ്ങളായി നിന്റെ മക്കൾക്ക് ആ സമയത്ത് അവരെ ഖൽബിൽ പോകുന്നില്ല.
അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്ന നമുക്ക് നമ്മുടെ സ്വത്തുകൾ തന്നെ, നമ്മുടെ നിഅമത്തുകൾ തന്നെ നമുക്കിങ്ങനെ ഒരുക്കി വെച്ച് മരിക്കുക എന്നുള്ളത് അത് വലിയ ഒരു തൗഫീഖാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ രണ്ടാമത്തെ ഭാര്യ ഉമ്മു കുൽസും ബീബി റളിയല്ലാഹു അൻഹാ മഹദി അവർകളും വഫാത്തായി. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞത്, ഹദീസിൽ അങ്ങനെ തന്നെ കാണാം. സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞത്, സ്വഹാബ, ഇനി എനിക്ക് പെൺകുട്ടികളില്ല. നിങ്ങളെ കൂട്ടത്തിൽ ആർക്കെങ്കിലും പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്ക് നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങളരായത്തിൽ ഒന്നായിട്ട് രണ്ടായിട്ട് മൂന്നാമത്താകുമ്പോ പേരെ അഭിപ്രായമല്ല. കാരണം നമുക്ക് പെഞ്ഞായി ബാൽത്തര പണില്ല, ഇനി ഉണ്ട മോള് പൊട്ട് വേറെ 6 പെഞ്ഞായി കൊടുക്കും റെഡിക്കാൻ, പെണ്ണ് കൊടുക്കുക 6 റെഡിക്കാൻ. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്ക് ഇനി എൻ്റെ കയ്യിൽ പെൺകുട്ടികളില്ല, നിങ്ങളെ കൂട്ടത്തിൽ ആർക്കെങ്കിലും പെണ്ണുണ്ടെങ്കിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുക്ക്. മുഅ്മിനീങ്ങളായ ഇതിന്റെ രഹസ്യം എന്താണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്ക് ആർക്കുമില്ലാത്ത ഒരു വിശേഷതയാണ്. എന്ത് വിശേഷത അറിയോ? ദാനശീലം. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ജീവിതകാലത്ത് തന്നെ ഒരുപാട് സദഖകൾ ചെയ്ത, ഒരുപാട് ദാനം ചെയ്ത ഒരു വ്യക്തിയാണ്. ആ നിലക്ക് കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങള് അല്ലാഹുവിന്റെ റസൂല് തെരഞ്ഞെടുത്തത്. 1 അല്ല 2 അല്ല, 3ാമത്തെ ഭാര്യയായി എനിക്ക് മക്കളുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. അങ്ങനെയുള്ള മുഅ്മിനീങ്ങൾ, അത് വലിയൊരു ഭാഗ്യമാണ്. അല്ലാഹു തആല നമ്മുടെ ഈ ബിൽഡിംഗ് ഒക്കെ ഇതിനെ ഏൽപ്പിച്ച വ്യക്തികൾക്കൊക്കെ അല്ലാഹു തആല എല്ലാ നിലക്കുള്ള നിഅമത്തും സന്തോഷം അല്ലാഹു ചൊരിച്ചു കൊടുക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, ഞാൻ എൻ്റെ വാക്ക് നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ കൂടിയത് സ്വലാത്തിന്റെ മജ്ലിസിലാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നമുക്ക് പെരുത്ത് സ്വലാത്തുകൾ ചൊല്ലി മരിക്കാനുള്ള അവസരങ്ങൾ കണ്ടെത്തണം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനുള്ള ഭാഗ്യമില്ല. അതിനുള്ള കണ്ണുകൾ നമ്മളെ കണ്ണുകളല്ല. പോരാ മുഅ്മിനീങ്ങളെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബർക്കത്തെടുക്കാൻ നമ്മളെ കയ്യിൽ ഒന്നുമില്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിപൂർണമായ സുന്നത്ത് പിൻപറ്റിയവനാണെന്ന് പറയാൻ എനിക്കും നിങ്ങൾക്ക് ധൈര്യമില്ല. ഇന്ന് പ്രഭാത സമയം മുതൽ ഇന്ന് രാത്രിയുടെ ഇടയിൽ നമ്മളൊന്ന് കണക്കൂട്ടിയാൽ എത്ര സുന്നത്താണ് ഞാനും നിങ്ങളെ ഒഴിവാക്കിയത്, എത്ര സുന്നത്താണ് ഞാനും നിങ്ങളെ മറന്നു കളഞ്ഞത്. ആ നിലക്ക് ഒരു ഭാഗ്യം നമുക്കില്ല. എങ്കിലും നമുക്ക് അല്ലാഹുവിന്റെ റസൂല് തന്ന വലിയ ഒരു അടുപ്പമാണ് നബി തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. ആ സ്വലാത്ത് കൂടുതലാക്കിയാൽ അതിന്റെ പ്രത്യേകത എന്താണറിയോ? മുഅ്മിനീങ്ങളെ, ആ മുഖം നമുക്ക് കാണണ്ടേ, ആ മുഖം നമുക്ക് കാണണ്ടേ. എങ്ങനെയുള്ള മുഖമാണറിയോ? ഒരു ഫിലിം ആക്ടറിനെ കാണും പോലെയല്ല, ഒരു ഹീറോമാരെ കാണും പോലെയല്ല. നമ്മളെ നാട്ടിൽ എത്ര യുവാക്കളില്ലേ ഉപ്പിനങ്ങാടി ടൗണിലേക്ക് 3 മണി സമയത്ത് ഒരു ഫിലിം ആക്ടർ വരുന്നു എന്ന് പറയുമ്പോ വർക്ക് വയ്ക്കാൻ തയ്യാറില്ലേ? രാത്രി സമയത്ത് പോകാൻ നമുക്ക് മനസ്സ് താല്പര്യമില്ലേ? കാരണം അവന്റെ മുഖമൊന്നു നോക്കണം, അവന്റെ താടി ഒന്ന് നോക്കണം, അവൻ എങ്ങനെയാണെന്ന് നോക്കണം. കുറെ കാലം അവന്റെ ഫോട്ടോ ഞാൻ കണ്ടവനാണ്, കുറെ കാലം അവനെ പോലെ ഞാൻ ടീഷർട്ട് ധരിച്ചവനാണ്, കുറെ കാലം അവനെ പോലെ ഞാൻ പാന്റ് ധരിച്ചവനാണ്. ഇന്ന് ഡയറക്റ്റായി ഉപ്പിനങ്ങാടി ടൗണിലേക്ക് വരുമ്പോ നമുക്കൊന്ന്
ഡയറക്റ്റ് പോയി കാണാമല്ലോ. അപ്പൊ നിനക്ക് മനസ്സിനതാ പ്രയാസമില്ല, നിനക്ക് വറക്ക് പ്രശ്നമല്ല. ഇതല്ലേ നമ്മളെ കൽബിലുള്ളത് മുഅ്മിനീങ്ങളെ. ലോകനേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖം അത് കാണണമെങ്കിലുള്ള ഭാഗ്യം എന്താണെന്നറിയോ? നീ പെരുത്ത് സ്വലാത്ത് ചൊല്ലണം. ഒരവസരം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയ പത്നിയായ ബീബി ആയിഷ റളിയല്ലാഹു അൻഹാ പാതിരാത്രി വീട്ടിലിരുന്ന് ഒരു ചിമ്മിണി വിളക്ക് വെച്ചുകൊണ്ട് കുപ്പായം തുന്നിക്കൊണ്ടിരിക്കുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു അൻഹാന്റെ കയ്യിലുള്ള സൂചി തായോട്ട് വീണുപോയി. ചിമ്മിണി വിളക്ക് കെട്ടുപോയി, സൂചി കാണുന്നില്ല, സൂചി കാണുന്നില്ല. അപ്പോഴാണ് കടന്നു വരുന്നത് ആരാണറിയോ? കശംശി തൽഅറുലിൽ ഐനൈനി മിൻ ബുദി സഗീറതൻ വതഖിൽ ലുതർഫ മിൻ അമമി. സൂര്യനെ പോലെ പ്രകാശിക്കുന്ന ഹബീബായ നബി തങ്ങളെ ആയിഷ ബീബിയുടെ അടുത്തേക്ക് കടന്നു വരുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു അൻഹു തേടിക്കൊണ്ടിരിക്കുന്ന സൂചി അവിടുന്ന് കിട്ടുകയാണ്. ആ അത്ഭുതം കൊണ്ട് അവിടുന്ന് ചോദിക്കുന്നു, മാ അല്ലാഹു വജ്ഹക യാ റസൂലല്ലാഹ്, നബിയേ നിങ്ങളെ മുഖത്തിന് എന്തൊരു പ്രകാശമാണ്. മനസ്സിലാക്കണം, ഇതാരാണ് ചോദിക്കുന്നത്? ഭാര്യയായ ബീബി ആയിഷ റളിയല്ലാഹു അൻഹ. റസൂലുള്ളാഹിന്റെ ഭംഗി അത് അങ്ങനെയുള്ള ഭംഗിയാണ്, നമ്മളെ ഭംഗി പോലെയല്ല, നമ്മളെ ഭാര്യമാരെ ഭംഗി പോലെയല്ല. നമ്മളെ ഭാര്യമാരാണെങ്കിൽ ചിലപ്പോൾ കല്യാണം സുബ്ഹാനല്ലാഹ് പെണ്ണ് നോക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. പെണ്ണ് നോക്കിയിട്ട് കല്യാണം കഴിഞ്ഞ് പിന്നെ ഒരു 2, 3, 4 മാസം ഒരു 4 പെറ്റതിന് ശേഷം പിന്നെ പോനി വലിയൊരു ചന്തായിട്ട് കാണണമെന്നില്ല. കാരണം ചന്തം കുറയാ. ഞങ്ങളെ ചേല് ഇപ്പൊ സാധാ തങ്ങമേ ബാലക്കാരേക്കും നല്ല കറുത്ത താടികളിലേക്കും തെല്ലൊരു ചന്തയിൽ ഇപ്പത്തെ കിളവായിട്ടുമ്പോ ആ ചന്തയില്ല. ഞങ്ങളെ ചന്തല്ല അങ്ങനെ, വയസ്സായ പോലെ ഞങ്ങളെ ചന്ത കുറോടിയായിരിക്കും. പക്ഷെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭംഗി അതിങ്ങനെ കുറയുന്ന ഭംഗിയല്ല. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ പറഞ്ഞത്, ഞാൻ ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അന്നളുറു വജ്ഹക യാ റസൂലല്ലാഹ്, നിങ്ങളെ മുഖം നോക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം സ്വഹാബത്ത് റസൂലുള്ളാഹിന്റെ മുഖം നോക്കുമ്പോൾ അത് നോക്കിയത്തര മതിയാകുന്നില്ല മോനെ. ഫിലിമിട്ടർ പോലെയല്ല, ഹീറോമാരെ പോലെയല്ല റസൂലുള്ളാഹിന്റെ മുഖത്തിന്റെ ഭംഗി. അത് നഷ്ടപ്പെട്ടു പോകുന്ന ഭംഗിയല്ല, അത് കുറവാകുന്ന ഭംഗിയല്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീബി ചോദിച്ചത്, മാ അല്ലാഹു വജ്ഹക യാ റസൂലല്ലാഹ്, നബിയേ നിങ്ങളുടെ മുഖത്തിന് എന്തൊരു പ്രകാശമാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, വൈലുൽ ലിമൻ ലാ യറാനി, ആയിഷ ഈ മുഖം കാണാത്തവൻ ഭാഗ്യം കെട്ടവനല്ലേ, അവനതാ ഭാഗ്യം കെട്ടവനല്ലേ. അപ്പോഴാണ് മഹദിയായ ബീബി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചത്, നബിയേ നിങ്ങളെ മുഖം കാണാൻ ഭാഗ്യമില്ലാത്തവൻ ആരാണ് നബിയേ? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇദാ സമിയ ഇസ്മി ഫലം യുസല്ലി അലയ്യ, എന്റെ പേര് കേൾക്കുമ്പോ ആര് സ്വലാത്ത് ചൊല്ലില്ല അവനിക്ക് എന്റെ മുഖം കാണാൻ
ഭാഗ്യമില്ല. മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഞാൻ ഈ സലാത്തിന്റെ വാർഷികമെന്ന നിലയ്ക്ക് നിങ്ങളോട് സ്നേഹത്തോടെ ഉണർത്തുന്നത്, ഒരു ദിവസത്തിലതാ പെരുത്ത് സലാത്ത് ചെല്ലാനുള്ള അവസരങ്ങൾ കണ്ടെത്തണം. മുഅ്മിനീങ്ങളെ, സലാത്ത് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ മടിക്കണ്ട. ഡ്രൈവിംഗ് ചെയ്യുന്ന സമയത്ത് ചൊല്ലിക്കോ. ഓ യുവാക്കളെ, വാഹനത്തിൽ പോകുന്ന സമയത്ത് ചൊല്ലിക്കോ. ചെറുപ്പക്കാരെ, ജോലി ചെയ്യുന്ന സമയത്ത് ചൊല്ലിക്കോ. എന്റെ ഉമ്മ പെങ്ങന്മാരെ, മീനി മുറിക്കുന്ന സമയത്ത് ചൊല്ലിക്കോ. തുണി കഴുകുന്ന സമയത്ത് ചൊല്ലിക്കോ. ബസല മുറിക്കുന്ന സമയത്ത് ചൊല്ലിക്കോ. കാരണം എന്തേ? നിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ നിന്നെ ഒന്ന് അംഗീകരിച്ചാൽ, നിന്നെ ഒന്ന് ഏറ്റെടുത്താൽ നിനക്ക് ഇവിടെ ആരും വേണ്ട. ആരുടെ അംഗീകാരം നിനക്ക് ഇവിടെ വേണ്ട. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, പെരുത്തു സലാത്തു ചൊല്ലണം. നമുക്കുള്ളത് അത് മാത്രമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏതെല്ലാം നിനക്ക് സ്നേഹിച്ച മുഅ്മിനീങ്ങളില്ലേ, സ്വഹാബത്തുൽ കിറാമില്ലേ, ആ സ്നേഹം നമ്മളെ ഖൽബിലുണ്ടോ? എത്ര കൊല്ലങ്ങളായി വഅദ് കേൾക്കുന്നത്, എത്ര മാസങ്ങളായി വഅദ് കേൾക്കുന്നത്, എത്ര യൂട്യൂബുകളിലാണ് വഅദ് കേൾക്കുന്നത്. പക്ഷേ നിന്റെ ഖൽബിൽ റസൂലുള്ളാഹി തങ്ങളുടെ ഇഷ്ക് നിന്റെ കൽബിൽ വന്നിട്ടുണ്ടോ? ഞാൻ നബി തങ്ങൾ അങ്ങേറ്റം സ്നേഹിക്കുന്നു എന്ന് നിന്റെ കൽബ് കൊണ്ട് പറയാൻ നിന്റെ ജീവിതം അതിന് തയ്യാറാണോ? യുവാക്കളെ, ഏതുവരെയാണ്? ഞാൻ ചെറിയ സംഭവം പറഞ്ഞു നിർത്തുന്നു. മഹാനായ അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹു, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വലിയ സ്നേഹിച്ച ആളല്ലേ, വലിയ മുഹബ്ബത്ത് വെച്ച ആളല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏതുവരെ സ്നേഹിച്ചറിയോ? മഹാനവർകള് അതാ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തലമുടി കട്ട് ചെയ്തില്ല. തലമുടി കട്ട് ചെയ്തില്ല. ആ മുടി ഇങ്ങനെ നീട്ടി കിടക്കുന്ന സമയത്ത് സ്വഹാബത്ത് ചോദിച്ചില്ലേ, അല്ലേ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മുടി നീട്ടുന്നത്? ഇത് കാണാൻ വലിയ ഒരു ഭംഗിയില്ല, നിങ്ങളെ മുഖത്തിനൊരു ലക്ഷണമില്ല. ആ മുടി ഒന്ന് കട്ട് ചെയ്തുകൂടി. അപ്പോഴാണ് ആ സ്വഹാബി പറഞ്ഞത്, യുവാക്കളെ, ചെറുപ്പക്കാരെ, അവിടെ നിന്ന് അദ്ദേഹം പറയുന്നു, യാ അല്ലാഹ്, മരണം വരെ ഈ മുടി ഞാൻ കട്ട് ചെയ്യാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. കാരണം എന്തേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്റെ തലയിലെ മുടിയിലേക്ക് തൊട്ട മുടിയാണ്. എന്റെ തലയിൽ കിടക്കുന്ന മുടിനെ റസൂലുള്ളാഹി തങ്ങൾ കൈ കൊണ്ട് തൊട്ടിരിക്കുകയാണ്. ഞാൻ ആ മുടി കട്ട് ചെയ്താൽ ആ ഭാഗ്യം നഷ്ടപ്പെട്ടു പോകുമല്ലോ. യുവാക്കളെ, പ്രായമുള്ളവരെ, വയസ്സന്മാരെ, ഉമ്മപെങ്ങന്മാരെ, നിനക്ക് നിന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരു സ്നേഹം പറയാൻ എനിക്കും നിങ്ങൾക്കുണ്ടോ? പിന്നെ എങ്ങനെയാണ് നമുക്ക് ആ മഅ്ശറയിൽ റസൂലുള്ളാഹി തങ്ങളെ മുമ്പിലൊന്നു പോകാൻ, അവിടത്തെ മുഖം കാണാൻ നമുക്ക് മനസ്സ് തോന്നുന്നത്? അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. എല്ലാവരോടും ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് നേരിടുന്ന മാസം റജബ് മാസമല്ലേ, പിന്നെ ശഅബാനല്ലേ, പിന്നെ റമളാനല്ലേ. എന്റെ ഇരിക്കുന്ന മുഅ്മിനീങ്ങളെ,
ചിന്തിച്ചു പോകണ്ട. ഇങ്ങനെ കുറെ റമളാന് കഴിഞ്ഞുപോയി, കുറെ ശഅബാന് കഴിഞ്ഞുപോയി, കുറെ റജബ് കഴിഞ്ഞുപോയി. ഇങ്ങനെയുള്ള ചിന്ത കൊണ്ട് ഇനി വരുന്ന ദിവസങ്ങള്, മാസങ്ങള്, മണിക്കൂറുകള് നീ നഷ്ടപ്പെടുത്താ നിന്റെ മനസ്സ് അനുവദിക്കണ്ടോ. ഒന്ന് ഒരുങ്ങുക, റബ്ബിലേക്ക് മടങ്ങുക, കളവ് നിർത്തുക, ഗീബത്ത് നിർത്തുക. സുബ്ഹാനല്ലാഹ്, ഹറാമിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. നിന്റെ കണ്ണിനെ തടഞ്ഞു വെക്കുക, നിന്റെ ചെവിനെ തടഞ്ഞു വെക്കുക, നിന്റെ നാവിനെ തടഞ്ഞു വെക്കുക. ഇന്നു മുതൽ ഒരു തീരുമാനമെടുക്ക. സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞ മാസങ്ങളെ പോലെ എൻ്റെ നാവ് ആകാൻ പറ്റിയില്ല, കഴിഞ്ഞ മാസങ്ങളെ പോലെ എൻ്റെ ചെവി ആവാൻ പറ്റിയില്ല, കഴിഞ്ഞ മാസങ്ങളെ പോലെ എൻ്റെ മൂക്കാകാൻ പറ്റിയില്ല, എൻ്റെ കണ്ണാകാൻ പറ്റിയില്ല. ഈ ഒരു തീരുമാനമെടുത്ത് റബ്ബ് പൊരുത്തപ്പെട്ട നിലക്കൊന്നു ജീവിക്കാൻ പോരാ. നമുക്കൊരു മരണം വരാനുണ്ടല്ലോ. ആ മരിക്കുന്ന സമയത്ത് ഒന്നു നമ്മൾ ചിന്തിച്ചാൽ മതി. എന്താണറിയോ, ജീവിതകാലത്ത് സാദാത്ത് തങ്ങളെ കൈപിടിക്കാൻ ഇവിടെ ആളുണ്ട്, ബഹുമാനിക്കാൻ ആളുണ്ട്, ആദരിക്കാൻ ആളുണ്ട്, വേണ്ടത് ചെയ്തു തരാൻ ഇവിടെ ആളുണ്ട്. ഇരിക്കുന്ന നിങ്ങളും അങ്ങനെ തന്നെയല്ലേ? പക്ഷേ ഞാനും നിങ്ങളും മരണപ്പെട്ടാൽ എന്റെയും നിങ്ങളെ മരണം കണ്ട് എന്നെ സ്നേഹിക്കുന്ന വ്യക്തി, എന്നെ ആദരിക്കുന്ന വ്യക്തി, എന്നെ ബഹുമാനിക്കുന്ന വ്യക്തി ഇയാളെന്തേ ഇങ്ങനെ മരിച്ചു എന്ന് പറയുന്ന ഒരു ഗതികേട് നമുക്ക് വന്നു പോകല്ല. മിനികളെ അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ സലാമത്ത് നൽകട്ടെ. പലരും മരണപ്പെട്ടവരില്ലേ, നമ്മള് നല്ലവരെന്ന് വിചാരിച്ചവർ, നമ്മളെ ആദരിച്ചവർ മരിക്കുന്ന സമയത്ത് നമ്മൾ അവരെ മരണം കണ്ട് ഇയാളെന്തേ ഇങ്ങനെ മരിച്ചു എന്ന് പറഞ്ഞവരല്ലേ. എന്നതുപോലെ മോനെ, സാദാത്ത് തങ്ങൾ നിങ്ങളെ നാട്ടിൽ വന്ന് കുറെ പ്രസംഗിച്ചവനാണ്, കുറെ വഅള് പറഞ്ഞവനാണ്, നിങ്ങൾ കുറെ വഅള് കേട്ടവരാണ്. പക്ഷേ നമ്മളെ മരണം നല്ല മരണമാകണം. മരിക്കുന്ന സമയത്തൊന്ന് പുഞ്ചിരിക്കണം, അല്ലാഹു പൊരുത്തപ്പെട്ട നിലക്കൊന്നു മരിക്കണം. പോരാ, ഖബറിൽ നമ്മുടെ എക്സാം നടത്തുമ്പോ അവിടെ നമുക്ക് വിജയം കിട്ടണം, മഹ്ശറിൽ നമുക്ക് സലാമത്ത് കിട്ടണം. ഏതുവരെയാണറിയോ? അതിനെല്ലാമുള്ള ഒരു രക്ഷയാണ് നമ്മൾ കൂടുതൽ സലാത്ത് ചൊല്ലുക, സലാത്തുമായി ബന്ധപ്പെടുക. അല്ലാഹു പെരുത്ത് സലാത്ത് ചൊല്ലുന്ന അനുയായികളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. എല്ലാവരോടും അവസാനമായി പറയുന്നത്, കൈനത്തര സ്വലാത്തുകൾ ജീവിതത്തിൽ കൂടുതലാക്കുക. അത് ജനങ്ങൾ കാണണമെന്ന നിലക്ക് അല്ലെങ്കിൽ അറിയണമെന്ന നിലക്ക് നമ്മൾ ഒറ്റക്കായിരിക്കുന്ന എത്രയോ സമയങ്ങൾ, നിമിഷങ്ങൾ, മണിക്കൂറുകൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം കിട്ടാനുണ്ട്. അപ്പോഴൊക്കെങ്കിലും സലാത്ത് ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഹബ്ബത്ത് വെക്കുന്ന അനുയായികളായി മാറുക. അല്ലാഹു തആല നമ്മളൊക്കെ ആ കൂട്ടത്തിൽ പെടുത്തി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി ദുആർക്കാൻ പോവുകയാണ്. പെരുത്ത ആൾക്കാർ നമ്മുടെ ഈ പരിപാടിക്ക് സഹായിച്ചവരുണ്ട്, സഹകരിച്ചവരുണ്ട്, തേന് വാങ്ങിയവരുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ബിൽഡിങ്ങിന് വേണ്ടി പല വിധത്തിൽ നല്ല രൂപത്തിലൊക്കെ സഹകരിച്ച നമ്മൾ അമീദും അദ്ദേഹത്തിന്റെ വാപ്പ കുടുംബമടക്കം ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നമുക്ക് ദുആ ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് പിരിയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞങ്ങളുടെ ഈ കാര്യക്രമത്തിന് വേണമായിട്ട് കുറേ ആൾമാർ സഹായ സഹക്കാറുള്ള ആക്കിടാറ്. ഞങ്ങളുടെ ബാലക്കാർ എല്ലാ വൗത്തുക്ക് പോയപ്പോൾ പെണ്ണുങ്ങളും അതേപോലെ എല്ലാ ആൾമാരും നല്ല നിലക്ക് സഹായ സഹക്കാരാക്കിടാറ്. പ്രത്യേകമായിട്ട്
തങ്ങൾ ദ്വാരക്കട് ഞങ്ങളുടെ തബറക്കൂബേനായിട്ട് സ്വീകരിക്കബേനായിട്ട് ഞങ്ങളുടെ സലീമാക്ക മേസ്ത്രി എല്ലാ വർഷവും അരിതണ്ട് ബാപ്പയുടെ പേരിൽ ദ്വാരക്കൂബേനായിട്ട് ഈ വർഷവും കൂടെ സംഭാവന ആക്കിയത്. അതേപോലെ ഞങ്ങളുടെ ഫാറൂഖ് സൗദി ഒരു 10 കിലോ ഇറച്ചി, അതേപോലെ ഷഫീഖ്, ആഷിഖ്, അഷ്ഫഖ് ഇങ്ങനെ കൂടിയിട്ട് ഒരു 20 കിലോ ഇറച്ചി, റഹ്മാനാക്ക 10 kg, അതേപോലെ PK ആസിഫ് 15 കിലോ, ഷംസുദ്ദീൻ 5 കിലോ, അതേപോലെ ബാപ്പ ഉഷാറാവുകയായിട്ട് സുൽത്താൻ ഹാഷിമി ഒരു 2,000 രൂപ സംഭാവന ആക്കിയത്. അതേപോലെ ഞങ്ങളുടെ രമേശ അങ്കടി ഒരു 1000 രൂപ സംഭാവന ആക്കിയത്. അതേപോലെ മരിച്ചുപോയ ഉമ്മയുടെ പേരിൽ ദ്വാരക്കോപനായിട്ട് കാസിമാക്ക ഒരു 1313 രൂപ ഇവിടെ വാഗ്ദാനാക്കിയത്. അതേപോലെ പേര് ചൊല്ലാത്ത കുറേ ആൾമാർ ഇവിടെ ഞങ്ങൾക്ക് മേനായിട്ട് ഈ കാര്യക്രമത്തിന് മേനായിട്ട് സഹകരിച്ച ആൾമാരുള്ളവർ എല്ലാവർക്കും മേനായിട്ട് ഉസ്താദ് തങ്ങൾ ഉസ്താദ് പ്രത്യേകമായിട്ട് ദ്വാരക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തങ്ങൾ ಉಸ್ತಾದರ ದುಆಕ್ಕಿಂತಲೂ ಮುಂಚೆ ಇವತ್ತು ವೇದಿಕೆಯಲ್ಲಿ 2 ಸನ್ಮಾನ ಕಾರ್ಯಕ್ರಮ ನಡೆಯಲಿಕ್ಕಿದೆ. ಅವರು 2 ವ್ಯಕ್ತಿಗಳಿಗೆ ಸನ್ಮಾನ ಕಾರ್ಯಕ್ರಮ ನಡೆಯಲಿಕ್ಕಿದೆ. ಅವರು ವ್ಯಕ್ತಿಗಳಲ್ಲ, ಈ ಸಂಘಟನೆಯನ್ನು ಬೆಳೆಸುವಲ್ಲಿ ದೊಡ್ಡ ಶಕ್ತಿಗಳಾಗಿದ್ದಾರೆ. ಅವರಲ್ಲೊಬ್ಬರಾದ SSF ಅಳಕ್ಕಿ ಯೂನಿಟ್, ಇದರ SSF ಅಳಕ್ಕಿ ಯೂನಿಟ್ ಹಾಗೂ SSF ಉಪ್ಪಿನಂಗಡಿ ಡಿವಿಷನ್ ಇವುಗಳ ಮಾಜಿ ಅಧ್ಯಕ್ಷರು, ಪ್ರಸ್ತುತ ದಕ್ಷಿಣ ಕನ್ನಡ ಜಿಲ್ಲಾ ಈಸ್ಟ್ ಇದರ ಕಾರ್ಯದರ್ಶಿಯಾಗಿ ಸೇವೆ ಸಲ್ಲಿಸುತ್ತಿರುವ, ನಮ್ಮ ಎಲ್ಲಾ ಕಾರ್ಯಕ್ರಮಗಳಿಗೆ ಮಾರ್ಗದರ್ಶಿಯಾಗಿ ಸ್ಫೂರ್ತಿಯ ಸೆಳೆಯಾಗಿ ಯೂನಿಟ್ ಏಳಿಗೆಗಾಗಿ ಸಕ್ರಿಯವಾಗಿ ಸಹಕರಿಸಿದ, SSF ನಡೆಸುವ ಎಲ್ಲಾ ಕಾರ್ಯಕ್ರಮಕ್ಕೂ ಬೆನ್ನೆಲುಬಾಗಿ ಸಹಕರಿಸುತ್ತಿರುವ ನಮ್ಮ SSF ಅಳಕ್ಕಿ ಯೂನಿಟ್ ವಿದ್ಯಾರ್ಥಿಗಳ ಕಾರ್ಯಕರ್ತರ ಟ್ರೈನರ್ ಎಂದೇ ಕರೆಯಲ್ಪಡುವ ಯುವ ವಿದ್ವಾಂಸರಾದ ಬಹು ಇಸಾಕ್ ಮದನಿ ಉಸ್ತಾದರಿಗೆ ಅಳಕ್ಕಿ ಯೂನಿಟ್ ವತಿಯಿಂದ ಶಾಲು ಹಾಗೂ ನೆನಪಿನ ಕಾಣಿಕೆಯನ್ನು ನೀಡಲಿಕ್ಕಿದ್ದೇವೆ. ಅದಕ್ಕಾಗಿ ಪ್ರಿಯ ಉಸ್ತಾದರನ್ನು ಪ್ರಶಸ್ತಿ ಪೀಠದತ್ತ ತಮ್ಮನ್ನು ಆಹ್ವಾನಿಸುತ್ತಾ ಇದ್ದೇವೆ. ಅವರನ್ನು ಸನ್ಮಾನಿಸಬೇಕಾಗಿ ಸಯ್ಯದರು, ಉಲಮಾಗಲು, ಉಮರಾಗರು ಎಲ್ಲರೂ ಕೂಡ ಸಹಕರಿಸಿ ಅವರಿಗೆ ಸನ್ಮಾನ ಮಾಡಬೇಕೆಂದು ಕೇಳಿಕೊಳ್ಳುತ್ತಾ, ಪ್ರಿಯ ಉಸ್ತಾದರಾದ ಇಸಾಕ್ ಮದನಿ ಉಸ್ತಾದರನ್ನು ಪ್ರಶಸ್ತಿ ಪೀಠದತ್ತ ತಮ್ಮನ್ನು ಪ್ರೀತಿಪೂರ್ವಕ ಆಹ್ವಾನಿಸುತ್ತಾ ಇದ್ದೇವೆ. ಅದೇ ರೀತಿ ಇದೀಗ ಮೊದಲ ಬಾರಿಗೆ ಇಸಾಕ್ ಮದನಿ ಉಸ್ತಾದ್ ಸನ್ಮಾನಿಸಲು ಸಾದತ್ಗಳು, ಉಲಮಾ ಉಮರ ನಾಯಕರನ್ನು ಪ್ರೀತಿಪೂರ್ವಕ ವೇದಿಕೆಗೆ ಆಹ್ವಾನಿಸುತ್ತಾ ಇದ್ದೇವೆ. ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಲಾ ಇಲಾಹ ಇಲ್ಲಲ್ಲಾಹು ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ವಲಿಲ್ಲಾಹಿಲ್ ಹಮ್ದ್. ಅಲ್ಲಾಹು ಕಬೂಲು ಮಾಡಲಿ. ಮತ್ತೋರ್ವ ಸಂಘಟನೆಗಾಗಿ ದುಡಿದ, ಸಂಘಟನೆಗಾಗಿ ಅಹೋರಾತ್ರಿಯನ್ನು ಲೆಕ್ಕಿಸದೆ ಸಂಘಟನೆಗಾಗಿ ತನ್ನ ಜೀವನವನ್ನು ಮುಡಿಪಾಗಿಟ್ಟು ಇದೀಗ SOSಗೆ ಪಾದಾರ್ಪಣೆಗೈಯುತ್ತಿರುವಂತಹ SSF ಅಳಕ್ಕಿ ಯೂನಿಟ್ ಇದರ ಎಲ್ಲಾ ಕಾರ್ಯಕ್ರಮಗಳೊಂದಿಗೆ ನಮ್ಮೊಂದಿಗೆ ಸಕ್ರಿಯವಾಗಿ ಸಹಕರಿಸಿ ಮಾಜಿ ಕಾರ್ಯಕಾರಿಣಿ ಸಮಿತಿಯಲ್ಲಿ ಸೇವೆ ಸಲ್ಲಿಸಿ ಸದ್ಯ ನಮ್ಮ ಮೇಲ್ಘಟಕ SOSಗೆ ಪಾದಾರ್ಪಣೆಗೈಯುತ್ತಿರುವಂತಹ ನಾಸಿರ್ ಅಳಕ್ಕೆ ಅಕ್ಕರೆ ಇವರಿಗೆ ಹೃದಯ ಸ್ಪರ್ಶಿ ಅಭಿನಂದನೆಗಳನ್ನು ಸಲ್ಲಿಸುತ್ತಾ ಇದ್ದೇವೆ. ಇವರನ್ನು ಕೂಡ ಪ್ರೀತಿಪೂರ್ವಕ ಪ್ರಶಸ್ತಿ ಪೀಠದತ್ತ, ಸನ್ಮಾನ ಪೀಠದತ್ತ ತಮ್ಮನ್ನು ಆಹ್ವಾನಿಸಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇವೆ. ಇವರಿಗೆ ಬೇಕಾಗಿ ಹಿರಿಯ ವ್ಯಕ್ತಿಗಳು, ಸಾದತ್ಗಳು, ಉಲಮಾಗಳು ಎಲ್ಲರೂ ಕೂಡ ಇವರಿಗೆ ಸನ್ಮಾನವನ್ನು ಮಾಡಲು ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇವೆ. ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಲಾ ಇಲಾಹ ಇಲ್ಲಲ್ಲಾಹು ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ವಲಿಲ್ಲಾಹಿಲ್ ಹಮ್ದ್. ಅದೇ ರೀತಿ ನಮ್ಮ ಈ ಒಂದು ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಬೇಕಾಗಿ ಸೀರೆನಿಗೆ ಬೇಕಾದಂತಹ ಎಲ್ಲಾ ತರಕಾರಿಯನ್ನು ಕೊಟ್ಟು ಸಹಕರಿಸಿದಂತಹ ಅಕೀಂ ತೆಕ್ಕಾರೋ ಇವರಿಗೆ ಕೂಡ ಈ ಒಂದು ಸಂದರ್ಭದಲ್ಲಿ ಅಭಿನಂದನೆಗಳನ್ನು ಸಲ್ಲಿಸುತ್ತಾ ಪ್ರತ್ಯೇಕವಾಗಿ ತಂಗಳು ಉಸ್ತಾದರೊಂದಿಗೆ ದುವಾ ವಸಿಯತ್ತು ಮಾಡಲು ತಿಳಿಸಿದ್ದಾರೆ. ಅಲ್ಲಾಹು ತಾಲ ಎಲ್ಲ ಉದ್ದೇಶಗಳು ಸಫಲೀಕರಿಸಲಿ. ಅದೇ ರೀತಿ ಉಬೈದ್ ಅಲಕ್ಕೆ 3,000 ರೂಪಾಯಿ ಒಂದು ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಕೊಟ್ಟು ಸಹಕರಿಸಿದ್ದಾರೆ. ಅಲ್ಲಾಹು ತಾಲ ಕಬೂಲ್ ಮಾಡಲಿ.
ಅದೇ ರೀತಿ ಮರಣ ಹೊಂದಿದಂತಹ ಇಸ್ಮಾಯಿಲ್ ಅವರ ಹೆಸರಲ್ಲಿ ಕೂಡ ದುವಾ ಮಾಡಲು ಇಲ್ಲಿ ಅಭ್ಯರ್ಥನೆ ಮಾಡಿದ್ದಾರೆ. ಅಲ್ಲಾಹು ತಾಲ ಕಬೂಲು ಮಾಡಲಿ. ಇದನ್ನು ಕೂಡ ತಂಗಳು ಉಸ್ತಾದರಿಗೆ ನೆನಪಿಸುತ್ತಾ ನಮ್ಮ ಈ ಒಂದು 2 ದಿವಸಗಳ ಅತ್ಯಂತ ಸುಂದರವಾದಂತಹ SSF ಅಳಕಿ ಯೂನಿಟ್ ನಡೆಸಿದಂತಹ ಆ ಒಂದು ಕಾರ್ಯಕರ್ತರು ನಡೆಸಿದಂತಹ ಕಾರ್ಯಕ್ರಮ ಅದು ಯಾವತ್ತೂ ಕೂಡ ನೆನಪಿನಾಂಗಳದಲ್ಲಿ ಉಳಿಯುವಂತಹ ಕಾರ್ಯಕ್ರಮವಾಗಿದೆ. ಇದನ್ನು ನಮ್ಮ ದುವಾಕ್ಕೆ ನಾವು ಸಾಗುತ್ತಾ ಇದ್ದೇವೆ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പെരുത്ത ആൾക്കാർ ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. ആ കൂട്ടത്തിൽ നമ്മുടെ ഇവിടുത്തെ ഖത്തീബ് ഉസ്താദ് മുപ്പറ ഉമ്മ മരണപ്പെട്ടു പോയ ദിവസമാണ്, ആണ്ടിൻ്റെ ദിവസമാണ്. അപ്പോൾ വീട്ടിലേക്ക് പോകാതെ നിങ്ങളെ കൂടെ ഈ മജ്ലിസിൽ കൂടിയതുകൊണ്ട് അല്ലാഹു തആല ഈ മജ്ലിസിൻ്റെ ബർക്കത്ത് ഉമ്മാൻ്റെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അതുപോലെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, എന്നും നമുക്ക് മറക്കാൻ പറ്റാത്ത നമ്മുടെ കാസിമാക്കടക്കം അവരെല്ലാവരുടെ ഖബർ അല്ലാഹു സ്വർഗ്ഗതോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ദ്വാരക്കുന്നതിന് മുമ്പ് ഒരു ഇളനീറുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഒരു ആലാമ പോലെ പെട്ടെന്ന് വിളിക്കുകയാണ്. നമുക്കൊരു സദസ്സിൻ്റെ ഒരു ആവേശം നമുക്ക് നോക്കാം. അല്ലാഹു ബർക്കത്താക്കട്ടെ. ഇൻഷാ അല്ലാഹ് തുടങ്ങി. എത്തല്ല തുടങ്ങുന്നത് ഭാര്യ പറഞ്ഞിട്ട് 101 ഇത്ര നല്ല മജ്ലിസിന് 101 വണ്ടി തുടങ്ങുന്നത്. ഇങ്ങനെ ചൊല്ലോ, നോക്ക് എത്ര എവിടേക്ക് എത്തിട്ട്. എത്ര 500 തോളം എത്തിയിട്ട് അതിൻ്റെ അപ്പുറം ആറുണ്ട 1000 രൂപ ഒരു സലാത്ത് ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് നമുക്ക് ചെല്ലാം. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹി അലൈക്കും. അല്ലാഹ് വസ്തു എന്ത് കരുതിയിട്ടാണ് വാങ്ങുന്നത്? നീ ബർക്കത്ത് നൽകണം റഹ്മാനെ, നീ ശിഫ നൽകണം റഹ്മാനെ. എല്ലാ നിലക്കുള്ള ഖൈറുകൾ നീ തുറന്നു കൊടുക്കണമല്ലോ. അതിൽ കിട്ടുന്ന പണം നിന്റെ ദീനിന് വേണ്ടിയാണ് ചെലവഴിക്കുന്നത്. എല്ലാ നിലക്കുള്ള പ്രതിഫലങ്ങൾ നീ നൽകണമല്ലോ. 1000 രൂപ ബേജല്ലോ ആയിട്ടാ, അത്രയും വേമോ ആലോചനയ്ക്ക് ചെല്ലല്ലോ. പിന്നെ പക്ഷേ ഒരു ബണ്ടത്ത് 1000 കൊടുക്കണം. ആലോചനക്ക് പിന്നെ ആലോചനക്കിൻ്റെ ബാക്കിയാണ്. നാളെ അമീദ് ഭായി പോണിയുള്ള കൂടെ ഇട്ടുമ്പോൾ ആ പോണികളിലേക്ക് ബാങ്ക് ഇട്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻകം ബറല്ലേ. ആലോചനയ്ക്ക് ആ പോണിലാക്കി ഇടുകയില്ല. ഇപ്പം ഏതിൽ ആലോചനയ്ക്ക് എന്തില്ല, ആലോചന ഒന്ന് ആഖിറത്തിൽ എന്തെങ്കിലും കിട്ടണം. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തി തരുമാറാകട്ടെ. 1000 രൂപ ഇല്ലേ? ആറില്ല പറ ഇപ്പാട്ടണ 1000 രൂപ 1 2 2.5 2.25 3. അള്ളാഹു അത് വാങ്ങിയ വ്യക്തികൾക്ക് ഖൈറ് ചൊരിച്ചു കൊടുക്കട്ടെ. എല്ലാ നിലക്കുള്ള ഖൈറുകൾ അള്ളാഹു ചൊരിച്ചു കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم إنا نسألك ونتوجه إليك بحبيبك المصطفى عندك يا حبيبنا يا سيدنا محمد يا رسول الله. إنا نتوسل بك إلى ربك فاشفع لنا عند المولى العظيم يا نعم الرسول الطاهر المطهر. اللهم شفيه فينا بجاه عندك أرحم الراحمين يا ملك الجبار يا جمالنا يا الله. ഞങ്ങൾ പാവങ്ങളാണ് അല്ലാ, ഞങ്ങൾ സാധുക്കളാണ് അല്ലാ, ഞങ്ങൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ് അല്ലാ.
ഞങ്ങളെല്ലാവരും ഈ പാതിരാത്രി നല്ല ഒരു മാസത്തിൽ നല്ല ഒരു ദിവസത്തിൽ നിന്നിലേക്ക് ഞങ്ങൾ കൈ ഉയർത്തുന്നു അല്ലാ. നീ ഞങ്ങളെ നന്നാക്കണമല്ലോ, നീ ഞങ്ങളെ സാരീങ്ങളിൽ പെടുത്തണമല്ലോ, നീ ഞങ്ങളെ ദോഷങ്ങളെ മായിച്ച് കളയണമല്ലോ, നീ ഞങ്ങളെ കൽബ് ശുദ്ധീകരിക്കണമല്ലോ. അർഹമുർറാഹിമീനായ അല്ലാഹ്, ഞങ്ങൾ സ്ഥിതി ചെയ്യുന്നത് പരിശുദ്ധമായ റജബ് മാസത്തിലാണ് അല്ലാഹ്. ഒരുപാട് റജബ് മാസം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയി അല്ലാഹ്. അതുപോലെയുള്ള റജബാക്കല്ല റഹ്മാനേ അല്ലാഹ്. ഞങ്ങളെ ആഖിറത്തിന് വേണ്ടി, ഞങ്ങളെ ഖബറിന് വേണ്ടി, ഞങ്ങളെ മഅ്ശറക്ക് വേണ്ടി സമ്പാദിക്കുന്ന റജബാക്കണമല്ലോ. അർഹമുർറാഹിമീനായ അല്ലാഹ്, ഈ സദസ്സിൽ ഒരുപാട് വിഷമമുള്ളവരുണ്ട്, ബേജാറിലുള്ളവരുണ്ട്, സങ്കടത്തിലുള്ളവരുണ്ട്, ദുആർക്കാൻ ഏൽപ്പിച്ചവരുണ്ട്, ശീരണി വ്യവസ്ഥ ചെയ്തവരുണ്ട്, ഉസ്താദന്മാർക്ക് ഭക്ഷണം നൽകിയവരുണ്ട്. യാ അല്ലാഹ്, പ്രത്യേകിച്ച് ഈ പള്ളിയുടെ വരുമാനത്തിന് വേണ്ടി ചെയ്ത വലിയ ഒരു നന്മകൾ ഇവിടെയുണ്ട് അല്ലാഹ്. അവരെയും ഞങ്ങളെയും നീ കഷ്ടത്തിലാക്കല്ല അല്ലാഹ്, ഞെരുക്കത്തിലാക്കല്ല അല്ലാഹ്. കൈകാട്ടി ഇറക്കുന്ന ജീവിതം നീ നൽകല്ല അല്ലാഹ്. യാ അല്ലാഹ്, ഞങ്ങളെ നീ ഫക്കീർ തരത്തിലാക്കല്ല അല്ലാഹ്. ഞങ്ങളെ മരിപ്പിച്ച് ഞങ്ങളെ ഭാര്യ മക്കളെ നീ യതീമാക്കല്ല അല്ലാഹ്. അർഹമുർറാഹിമീനായ അല്ലാഹ്, ഒരുപാട് വിഷമമുള്ളവരുണ്ട്, എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണമല്ലോ. ഒരുപാട് രോഗമുള്ളവരുണ്ട്, ദുആർക്കാൻ വസിയത്ത് ചെയ്തവരുണ്ട്, ഇവിടെ തേന് വാങ്ങിക്കൊണ്ടുപോയവരുണ്ട്, ഉറുമാമ്പയം വാങ്ങിക്കൊണ്ടുപോയവരുണ്ട്. യാ അല്ലാഹ്, ഞങ്ങളെ കൈപിടിച്ച് കരഞ്ഞവരുണ്ട്, ഞങ്ങളെ കൊണ്ട് മന്ത്രിപ്പിച്ചവരുണ്ട്. അല്ലാഹ്, നീ ശിഫ നൽകണമല്ലോ. അവരെയും ഞങ്ങളെയും നീ കിടത്തത്തിലാക്കല്ല അല്ലാഹ്. വിരിപ്പിന് മൂത്രിക്കുന്ന കാഷ്ടിക്കുന്ന നിലക്കുള്ള രോഗം നൽകല്ല അല്ലാഹ്. യാ അല്ലാഹ്, നീ ഞങ്ങൾക്ക് ക്യാൻസർ നൽകല്ല അല്ലാഹ്, ട്യൂമർ നൽകല്ല അല്ലാഹ്, കിഡ്നി എഫക്ട് നൽകല്ല അല്ലാഹ്, ഹാർട്ട് അറ്റാക്ക് നൽകല്ല അല്ലാഹ്. യാ അല്ലാഹ്, ഭാര്യ മക്കളെ വെടിയുന്ന നിലക്കുള്ള രോഗം നീ ഞങ്ങൾക്ക് നൽകല്ല അല്ലാഹ്. എല്ലാ രോഗത്തിന്റെ അണുക്കൾ ഞങ്ങളെ ശരീരത്തിലുണ്ടെങ്കിൽ നീ മാറ്റിക്കളയണമല്ലോ, നീ ശിഫ നൽകണമല്ലോ. അർഹമുർറാഹിമീനായ അല്ലാഹ്, ഞങ്ങളെ ജോലികളിൽ, ഞങ്ങളെ കച്ചവടങ്ങളിൽ, ഞങ്ങളെ ഏർപ്പാടുകളിൽ, ഞങ്ങളെ കൃഷികളിൽ, ഞങ്ങളെ വാഹനങ്ങളിൽ നീ ബർക്കത്ത് നൽകണമല്ലോ, നീ ബർക്കത്ത് നൽകണമല്ലോ, സലാമത്ത് നൽകണമല്ലോ, എല്ലാ നിലക്കുള്ള ഉയർച്ച നീ നൽകണമല്ലോ. അല്ലാഹ്, ഒരുപാട് കെട്ടിച്ചു കൊടുക്കാൻ പെൺമക്കളുള്ളവരുണ്ട്, പെങ്ങന്മാരുള്ളവരുണ്ട്. ഖൈറായ ഭർത്താക്കന്മാരെ നീ നൽകണമല്ലോ, സ്വാലിഹായ പുതിയാപ്പിളന്മാരെ നീ നൽകണമല്ലോ. അർഹമുർറാഹിമീനായ അല്ലാഹ്, കല്യാണം കഴിഞ്ഞ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇൽഫത്തില്ലാതെ സ്നേഹമില്ലാതെ കഴിഞ്ഞുകൂടുന്ന ദമ്പതികളുണ്ട് അല്ലാഹ്. അവരെ ഓർത്തുകൊണ്ട് കരയുന്ന ധാരോളം മാതാപിതാക്കളുണ്ട് അല്ലാഹ്. അവരുടെ നീ സ്നേഹം ഇട്ട് കൊടുക്കണമല്ലോ, ഇൽഫത്തിട്ട് കൊടുക്കണമല്ലോ. യാ റഹ്മാനു യാ അല്ലാഹ്, ഒരുപാട് ജോലിയില്ലാത്ത യുവാക്കളുണ്ട് റഹ്മാനെ. ഗൾഫിലേക്ക് പോകണമെന്ന് ചിന്തിക്കുന്നവരുണ്ട് അല്ലാഹ്. ഗൾഫ് നാടുകളിൽ പോയി പാസ്പോർട്ട് ഇല്ലാതെ, അക്കമില്ലാതെ, വീസ ഇല്ലാതെ കഴിയുന്നവരുണ്ട് അല്ലാഹ്. നീ ഖൈർ തുറന്നു കൊടുക്കണമല്ലോ, സലാമത്ത് നൽകണമല്ലോ. അല്ലാഹ്, ഈ അലക്ക ജമാഅത്തിൽ ഒരുപാട് സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകളുണ്ട് അല്ലാഹ്. മുസ്ലിം ജമാഅത്ത്, SYS, SSF അടക്കമുള്ള ഓരോരോ വ്യക്തികൾക്ക് നീ ആഫിയത്തും ആരോഗ്യം നീ നൽകണമല്ലോ. എല്ലാ നിലക്കുള്ള ആഫത്ത്, മുസീബത്ത്, ബലാല്, അപകടങ്ങളിൽ നിന്ന് അവരെയും ഞങ്ങളെയും നീ രക്ഷപ്പെടുത്തണമല്ലോ. അർഹമുർറാഹിമീനായ അല്ലാഹ്, പടച്ചവനേ, മക്കളില്ലാത്തവരുണ്ട്, നീ മക്കൾ നൽകണമല്ലോ. വീടില്ലാത്തവരുണ്ട്, വീട് നൽകണമല്ലോ. കേസിൽ കുടുങ്ങിയവരുണ്ട്, വിജയം നൽകണമല്ലോ. സ്ഥലം വിറ്റു പോകണമെന്ന് ചിന്തിക്കുന്നവരുടെ വിൽപ്പന നൽകണമല്ലോ. യാ റഹ്മാനു യാ അല്ലാഹ്, അതുപോലെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, സ്നേഹിതന്മാർ, നമ്മൾ കണ്ട ഒരുപാട് മുഖങ്ങൾ, പലരും ഖബറിലാണ് അല്ലാഹ്. അവരുടെ ഖബർ നീ സ്വർഗ്ഗത്തോപ്പാക്കണമല്ലോ, സന്തോഷത്തിലാക്കണമല്ലോ.
സ്വർഗത്തിന്റെ വിരിപ്പ് വിരിച്ചു കൊടുക്കണമല്ല. അല്ലാ, ഈ നാട്ടിൽ നീ ഐക്യം നിലനിർത്തണമല്ല, സൗഹാർദ്ദം നിലനിർത്തണമല്ല. യാ അല്ലാ, ഒരുപാട് നല്ല നല്ല ഖൈറായ പ്രവർത്തനങ്ങൾ ഐക്യത്തോടെ സ്നേഹത്തോടെ ചെയ്ത് കാഴ്ചവെക്കാനുള്ള തൗഫീഖ് നീ നൽകണമല്ല. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളെ ദുആനെ നീ സ്വീകരിക്കണമല്ല. ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കണമല്ല. ഞങ്ങളെ മരണം നല്ല മരണമാക്കണമല്ല. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. എല്ലാ ആളുകളും സയ്യിദവറുകളുടെ കൈകൊണ്ട് മുസാഫ ചെയ്യാം ഇത്രയും പെട്ടെന്ന് ഇൻഷാ അല്ലാഹ്. നമ്മുടെ മുഹിമ്മാത്ത് സമ്മേളനം ഫെബ്രുവരി 6, 7, 8, 9 നടക്കുന്നുണ്ട്. എല്ലാ ആളുകളും സഹകരിക്കണം. പ്രത്യേകം അറിയിക്കുന്നു. ജലീൽ അലക്ക സ്റ്റോർ 1000 രൂപ സംഭാവന ആക്കി അല്ലാഹു സ്വീകരിക്കട്ടെ. ഇതേ പർവ്വം ജനുവരി